വീണ്ടും വർഗീയ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോട്ടയം ജില്ലയിൽ MLA-മാരിൽ ഒരാൾ മാത്രമാണ് ഈഴവൻ. ബാക്കിയുള്ളവരെല്ലാം കുരിശിന്റെ വഴിയെ പോകുന്നവരാണ്. തന്നെ കത്തിച്ചാലും പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇതിപ്പോ കോട്ടയം ജില്ല അല്ലേ, ജനപ്രതിനിധികൾ നോക്കിയാൽ ഒരു ഈഴവൻ കാണും അല്ലേ, ബാക്കി ആരാണ്? ഇവിടെ എല്ലാം കുരിശിന്റെ വഴിയില്ല. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴ, അത് ഈഴവനുള്ള നാടാണ്. അവിടെയും ഗതി നമുക്കെല്ലാം കുരിശിന്റെ വഴിയില്ല. അവിടെ ഈഴവൻ എന്നേ MLA. ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് സമുദായത്തിൻ്റെ കസേരയായിരുന്നു. എൻ്റെ ഒരു തുള്ളി രക്തം ഉള്ളിടത്തോളം കാലം ആ കസേരയുടെ നീതി പുറത്തിക്കൊണ്ട് ഈഴവ സമുദായത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിരുന്നു. എന്നെ കത്തിച്ചാലും പറഞ്ഞതിൽ നിന്ന് ഞാൻ മാറുന്ന പ്രശ്നമില്ല. ടോബി ജോൺസൺ കോട്ടയത്ത് ചെയ്യുന്നു. ടോബി, വർഗീയത, വിദ്വേഷം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല. വെള്ളാപ്പള്ളി പിടിച്ചുകിട്ടാൻ ആളില്ലേ, ഇതുവരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. എന്താണ് കോട്ടയത്തെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം? സുഹൈൽ, കോട്ടയത്തും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ കോട്ടയം ജില്ല സംബന്ധിച്ചുള്ള ഒരു പരാമർശം നടത്തിയതാണ്. കോട്ടയത്ത് ഒരു MLA മാത്രമാണ് ഈഴവനായിട്ടുള്ളത്, ബാക്കിയുള്ളവരെല്ലാം കുരിശിൻ്റെ വഴിയെ പോകുന്നവരാണെന്നുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുരിശുള്ള പള്ളിക്ക് എല്ലാം നൽകുന്നു, വെള്ളാപ്പള്ളി അടക്കമുള്ളവർക്ക് ഒന്നും നൽകുന്നില്ല എന്നുള്ളൊരു പരാമർശം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നതാണ് ലീഗിനെതിരെയുള്ള കടന്നാക്രമണം. ഇന്നും അതേ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. കാരണം വർഗീയത പേരിൽ തന്നെ, പാർട്ടിയുടെ പേരിൽ തന്നെയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ താൻ പറയുന്നത് സമുദായത്തിന് വേണ്ടിയാണ്. ഒരു സമുദായത്തിൻ്റെ കാര്യം ഉയർത്തിക്കാട്ടുമ്പോൾ അതെങ്ങനെ വർഗീയതയാകും? അങ്ങനെ തന്നെ തൻ്റെ കോലം കത്തിക്കുകയാണെങ്കിൽ അത് കത്തിച്ചോളൂ, അത്തരത്തിൽ കത്തിക്കുന്ന കോലം തൻ്റേതല്ല, അത് SNDP-യുടേതാണെന്ന് മനസ്സിലാക്കണം എന്നുള്ള വിമർശനമാണ് പറഞ്ഞത്. മലപ്പുറത്തെക്കുറിച്ച് തങ്ങൾ പറയും, അത് ഈ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുമെന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇന്ന് രാമപുരത്ത് നടന്ന മീനച്ചിൽ താലൂക്ക് യൂണിയൻ്റെ നേതൃയോഗത്തിൽ അദ്ദേഹം ആവർത്തിച്ചത്. എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പിൻവലിക്കുന്നില്ല, അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നു. സുഹൈൽ, വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം മൈക്കും വേദിയും സ്ഥലവുമേ മാറുന്നുള്ളൂ. വെള്ളാപ്പള്ളിക്ക് മാറ്റമില്ല, വാക്കുകളിൽ മാറ്റമില്ല. ടോബി ജോൺസൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.